നീറ്റ് 2025 ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ളത് കുട്ടികളെല്ലാവരും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് എനിക്കൊരു 650 എത്തണം അല്ലെങ്കിൽ 675+ എത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചില ക്വസ്റ്റ്യൻ മിസ്സാകുമ്പോൾ അയ്യോ എനിക്കിത് പോയി കഴിഞ്ഞാലും എനിക്കത് കിട്ടുമോ എന്നുള്ളത്, അതായത് ഒരു പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് സിറ്റുവേഷനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലർക്കും, മെജോറിറ്റി ആളുകൾക്കും അവിടെ പരാജയം പറ്റിയിട്ടുള്ള കാര്യം. നീറ്റ് എക്സാമിന് മുമ്പായിട്ട് ഒരു തരത്തിലുള്ളൊരു മോഡൽ എക്സാം പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഏത് ലെവലിൽ വരുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു 15 കൊല്ലം ഒരു 10 കൊല്ലത്തിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ എടുത്താൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എല്ലാം ഈക്വലി ഇങ്ങനത്തെ ഒരു ഹൈ ലെവൽ വരുന്ന അല്ലെങ്കിൽ ഇത്രയും ടൈം കൺസ്യൂം ചെയ്യുന്ന ചോദ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ കേരള ടോപ്പർ എന്ന് പറയുന്നത് 650 റേഞ്ച് താഴെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക വരിക. കഴിഞ്ഞ തവണ 720 വന്നതിൽ നിന്ന് 650 റേഞ്ചിലേക്കൊക്കെ എന്ത് ചെയ്യും, ചിലപ്പം കേരള ടോപ്പർ എന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം കഴിഞ്ഞ തവണത്തെ ഒരു 700+ എന്നൊക്കെ പറയുന്നതാണ് ഇത്തവണത്തെ ഒരു 620 അല്ലെ 600+ എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ തവണത്തെ 650 എന്ന് പറയുന്നത് ഇത്തവണത്തെ ഒരു 530 ആ ഒരു റേഞ്ചൊക്കെ. മീൻസ് അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും മാർക്കിൽ. എനിക്ക് NTയോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, അതായത് അതിനകത്ത് ചില ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ലെവലാണ്, അഡ്വാൻസ് ലെവലൊക്കെ. നീറ്റുകാരെ അഡ്വാൻസ് ലെവലിൽ പ്രിപ്പയർ ചെയ്യിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. സംശയം ഇതാണ്, ചില ചോദ്യങ്ങൾ ചെയ്യാൻ തന്നെ 1/2 പേജും 1 പേജൊക്കെ എടുക്കുന്നുണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും. ആകെ റഫ് വർക്കിന് വന്നിരിക്കുന്ന ഒരു ഒറ്റ പേപ്പറാണ്. ഈ ഒരു ഒറ്റ പേപ്പറിൽ എങ്ങനെയാണ് കുട്ടികൾ ഈ 1 പേജ് 1.5 പേജും ചെയ്യേണ്ട ചോദ്യത്തിന് ഉത്തരം എഴുതും എന്നുള്ളതാണ്. അതായത് 150 ചോദ്യത്തിന് ആ റഫ് വർക്ക് കൊടുത്ത സ്പേസ് പോലും തികയില്ല. അപ്പം അത് ആക്ച്വലി സത്യത്തിൽ ഒരു പ്ലാൻ അല്ലാത്ത രീതിയിൽ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതിൽ നിന്ന് കുറേ വലിച്ചിട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആക്കി മാറ്റിയിട്ടുണ്ടാകും. അതും ഒരിക്കലും പ്ലാൻഡ് ആയിട്ടല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ. കുട്ടികളെ ബുദ്ധിമുട്ടിക്കാനൊന്നും തന്നെ ആയിരിക്കത്തില്ല അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മേർജ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് ഇതെല്ലാം കൂടെ കയറി വന്നതാണ്. ഇനിയിപ്പം ഇപ്പം ഫ്ലൂയിഡ്സിലെ ക്വസ്റ്റ്യൻ ആയാലും കാപ്പിലറിലെ മെനിസ്കസിൻ്റെ സർഫസ് ആ ഒരു മെനിസ്കസിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇല്ല, ഒരു ഡബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ആ പ്രോബ്ലം ഒന്നും അഡ്വാൻസ് ലെവലിലാണ്. മീൻസ് അതൊരു കുട്ടിക്ക് നീറ്റ് ലെവലിൽ 1 മിനിറ്റ് കൊണ്ട് അത് ചോദിച്ച് വായിച്ച് എഴുതാനൊന്നും പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. അപ്പം ചില ആളുകളൊക്കെ ഇപ്പം പേരൻസ് ചോദിക്കും നിങ്ങൾ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യും. കുട്ടികളും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും, കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കഴിഞ്ഞ 10 വർഷത്തെ ട്രെൻഡിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. കാര്യം അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യില്ല, പഠിക്കില്ല. കുട്ടികൾക്കറിയാം പ്രീവിയസ് ഇയറിൽ 10 കൊല്ലത്തിൽ ഇങ്ങനെ വന്നിട്ടില്ല, ഈ ലെവലിൽ പഠിച്ചാൽ പോരെന്നുള്ള. കുട്ടികൾ എന്ത് ചെയ്യും, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും എടുത്തോളൂ നിങ്ങൾ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരിടത്തും എന്ത് ചെയ്യില്ല ഈ ലെവലിലേക്കല്ല. മീൻസ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോക്ക് എക്സാമുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പം പക്ഷേ കുട്ടികൾക്ക് എന്താണ്, അതുകൊണ്ട് കട്ട് ഓഫ് താഴും. ഈ എക്സാമിന് 600 മാർക്ക് മേടിച്ചാൽ മതി എന്ന് മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എഴുതിയ ആളുകൾക്കായിരിക്കും അവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല. ആ മൈൻഡ് സെറ്റിലേക്ക് കുട്ടികൾ പലരും ഡിസപ്പോയിൻറ്റഡ് ആയതുകൊണ്ട് എത്താൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നമാണ് അവർ ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത്. അതിനവരെയും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഒരുമിച്ച് നേരിടാം. വൈകുന്നേരം 6:30 ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ. നിങ്ങളും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ 6:30